ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വന്നാൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേണ്ട വന്ന സവാളയ്ക്ക് നമുക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി കുക്കായി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഗരം മസാല, ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഒന്ന് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയാൽ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ മസാല ഉണ്ടാക്കി അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള